സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ശക്തമായ പ്രചരണ പരിപാടികളുമായിട്ടാണ് മൂന്ന് പ്രധാനപ്പെട്ട മുന്നണികളും പാർട്ടികളും എല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. പ്രചരണം കൊഴുപ്പിച്ച് മുന്നേറുകയാണ് പാർട്ടികളും മുന്നണികളും എന്ന് തന്നെ നമുക്ക് പറയാം. ഈ മാസം 9-ാം തീയതിയാണ് കേരള ജനത വിധി എഴുതാൻ പോകുന്നത്. എന്തായാലും അതിനോട് അനുബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് മൂന്ന് മുന്നണികളും തങ്ങളുടെ പ്രകടന പത്രികകൾ പുറത്തിറക്കിയിട്ടുണ്ട്. LDFും UDFും കഴിഞ്ഞ ദിവസം രാവിലെ ഒരേ സമയത്ത് തന്നെയാണ് പത്രികകൾ പുറത്തിറക്കിയത്. അതിൻ്റെ തലേന്നാണ് BJP തങ്ങളുടെ പ്രകടന പത്രിക നിരവധി വാഗ്ദാനങ്ങളുമായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രകടന പത്രികകൾ നമ്മൾക്ക് ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ UDFിൻ്റെ പ്രകടന പത്രിക കൂടുതൽ സ്വീകാര്യത നേടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രകടന പത്രികകൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഏതാണ്ട് 6ഓളം വാഗ്ദാനങ്ങൾ മുൻപ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയുഗ യാത്രയുടെ സമാപന വേദിയിൽ തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 6 ഇന്ദിരാ ഗ്യാരണ്ടികളാണ്. അതിൽ തന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് മാറിയ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. UDF സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗിൽ തന്നെ പാസ്സാക്കാൻ പോകുന്ന തീരുമാനങ്ങളിൽ ഒന്നാണ് അത്. അതായത് പിന്നീട് UDF സർക്കാർ അധികാരത്തിലെത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയും സ്ത്രീകൾക്ക്, അത് പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സിൽ സൗജന്യമായിട്ട് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അത് കേരളത്തിലെ സ്ത്രീപക്ഷ സമൂഹം വലിയ രീതിയിൽ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഒന്നടങ്കം അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് മാറുകയാണ്. അത് സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. നിരവധി മറ്റ് പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ UDFിൻ്റെ പ്രകടന പത്രികയിലുണ്ട്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് കൊടുക്കും. വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പ്രത്യേക വകുപ്പ് രൂപീകരിക്കും. കൂടാതെ യുവ സംരംഭകർക്ക് പലിശരഹിതമായിട്ട് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് 5 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ കൊടുക്കും. അത്തരത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റുന്ന, ജനങ്ങളെ ആകർഷിക്കുന്ന തരത്തിലുള്ള, ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ, വാഗ്ദാനങ്ങൾ UDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ ഇന്ദിരാ ഗ്യാരണ്ടിയിലെ 6 ഗ്യാരണ്ടികളും ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടിട്ടുമുണ്ട് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ ആ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര തന്നെയാണ് ഹൈലൈറ്റായിട്ട് മാറിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ആ പ്രഖ്യാപനം അത് കേരളത്തെ തന്നെ ഇളക്കി മറിച്ചിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിട്ട് മാറുകയാണ്. അതിനെ സ്ത്രീ ജനങ്ങൾ ഒന്നടങ്കം, സ്ത്രീ വോട്ടർമാർ ഒന്നടങ്കം ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുന്ന, കാരണം ഇപ്പോൾ ഈ പറയുന്നത് പോലെ പലയിടങ്ങളിലെ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് സ്വന്തം വരുമാനമില്ലാത്തവർക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. സ്വന്തം വരുമാനമുള്ളവർക്ക് തന്നെയാണെങ്കിലും KSRTC ബസ്സുകളിലേക്ക് തന്നെ നിരക്ക് വർധന ഉൾപ്പെടെ അവർക്ക് വലിയ ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. അതൊക്കെ തന്നെ മറികടക്കാനായിട്ട് സ്ത്രീകൾക്ക് സംബന്ധിച്ച് അവർക്ക് വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ് സൗജന്യ യാത്ര. അവർക്ക് എവിടെയും കയ്യിൽ കാശില്ലാതെ എവിടെയും KSRTC ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പറ്റുന്നവർക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമായിട്ട് ആ പ്രഖ്യാപനം മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി എറണാകുളത്ത് എത്തിയപ്പോൾ അവിടെ രാവിലെ എറണാകുളം ജില്ലയിലെ വിവിധ സ്ഥാനാർത്ഥികളുമായിട്ടും ഒക്കെ തന്നെ രാവിലെ ഒരു ചെറിയ മീറ്റിംഗ് പോലെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അതിനകത്ത് നിരവധി വിഷയങ്ങൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ സ്ഥാനാർത്ഥികളും കോൺഗ്രസ് നേതാക്കളും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രധാനപ്പെട്ട കാര്യം ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനം അത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. അത് UDFിന് വലിയൊരു അനുകൂല തരംഗമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് എല്ലാവരും തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ അത് വലിയ രീതിയിലൊരു പ്രചരണ വിഷയമാക്കി UDF മാറ്റുന്നു. എല്ലാ 140 മണ്ഡലങ്ങളിലും UDFിൻ്റെ സ്ഥാനാർത്ഥികൾ KSRTC ബസ്സുകൾ ഉൾപ്പെടെ കയറി ഇറങ്ങിക്കൊണ്ട് ഈ വാഗ്ദാനം സ്ത്രീ ജനങ്ങളിലേക്ക്, സ്ത്രീ വോട്ടർമാരിലേക്ക് എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെ ആ വിഷയത്തെക്കുറിച്ച്, ആ ഒരു വാഗ്ദാനത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുന്ന ഒരു നടപടി കൂടി UDF സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പാലക്കാട് സ്ഥാനാർത്ഥിയായിട്ടുള്ള രമേശ് പിഷാരടിക്കൊപ്പം AICC ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള KC വേണുഗോപാലും രണ്ടുപേരും ചേർന്ന് പാലക്കാട് വിവിധ സ്ഥലങ്ങളിൽ KSRTC ബസ്സുകളിൽ കയറി അതുമായി ബന്ധപ്പെട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളടങ്ങിയ നോട്ടീസ് വിതരണം ചെയ്യുകയും ആ ബസ്സുകളിൽ ചെറിയൊരു പ്രസംഗം നടത്തിക്കൊണ്ട് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയ വിവരം ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടു. അതിനെയൊക്കെ തന്നെ വളരെ കയ്യടിയോടുകൂടിയാണ് ആ സ്ത്രീ സമൂഹം സ്വീകരിക്കുന്നത്. എന്തായാലും ആ ഒരു പ്രഖ്യാപനം കേരളത്തിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന് വലിയൊരു മൈലേജ് തീർത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ചും പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീ വോട്ടർമാരുള്ള ഒരു സമൂഹമാണ് കേരളം. അവിടെ സ്ത്രീകളെ സംബന്ധിച്ച് ഇത്തരമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ വാഗ്ദാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുവരെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. മറുവശത്ത് LDFിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ NDA സംബന്ധിച്ച് അത്തരമൊരു പ്രഖ്യാപനം അവർക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. UDF അത്തരമൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ പലരും എങ്ങനെ നടപ്പിലാക്കുമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് കർണാടകയും തെലങ്കാനയും പോലുള്ള സംസ്ഥാനങ്ങളാണ്. അവിടെ സമാനമായ രീതിയിൽ UDF, കോൺഗ്രസ്
തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരത്തിലുള്ള വാഗ്ദാനം പ്രഖ്യാപിക്കുകയും അത് പിന്നീട് നടപ്പിലാക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ പര്യടനം നടത്തിയിരുന്നു. അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിൽ പ്രചരണം നടത്തി. ആ പ്രചരണങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നടപ്പിലാക്കാൻ കഴിയും, അത്ര ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നുമല്ല, അതിന് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം മതി, അത് തങ്ങൾ വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമാണ്, തെലങ്കാനയെ നോക്കി പഠിക്കൂ എന്നാണ് രേവന്ത് റെഡ്ഡി അക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേരളത്തിലും ആ ഒരു വാഗ്ദാനം അത് വലിയ രീതിയിൽ UDFന് മൈലേജ്, കോൺഗ്രസിന് ഒക്കെ തന്നെ വലിയ മൈലേജ് കൊടുത്തിരിക്കുകയാണ്. സ്ത്രീ സമൂഹം ഒന്നടങ്കം ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ മാർച്ച് 7-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ട മൈതാനത്ത് നടത്തിയ പ്രഖ്യാപനം ഇതിനോടകം തന്നെ 1 മാസത്തിലധികമായിരിക്കുന്നത് വലിയ രീതിയിൽ ചർച്ചയാവുകയും അത് സ്ത്രീ സമൂഹം ഒന്നടങ്കം കൈയടിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു വലിയ രീതിയിലൊരു മാറ്റം സൃഷ്ടിക്കാനായിട്ട് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനത്തിന് കഴിഞ്ഞു. ഒപ്പം തന്നെ അടുത്തിടയ്ക്ക് അദ്ദേഹം കേരളത്തിൽ നടത്തിയ പ്രചരണ യോഗങ്ങളിലൊക്കെ തന്നെ ഉയർത്തുന്ന വിഷയങ്ങൾ CPM BJP ഡീൽ എന്ന് പറയുന്ന ആരോപണം ഉൾപ്പെടെ അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും രാഹുൽ ഗാന്ധിയുടെ അത്തരത്തിലുള്ള പ്രസംഗങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങളുമൊക്കെ UDFനും കോൺഗ്രസിനും വലിയ രീതിയിൽ ഈ പ്രചരണ രംഗത്ത് ഒരു അപ്പർ ഹാൻഡ് നൽകി എന്നതുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.